ഞാൻ എന്റെ വീട്ടിന്റെ ഉള്ളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുമ്പോൾ കയ്യിലുള്ളതാകുന്ന സൂചി നിലത്തേക്ക് വീണുപോയി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ വേഗം തന്നെ ഞാൻ അത് തപ്പിത്തടഞ്ഞുകൊണ്ട് എടുക്കാൻ വേണ്ടി തുനിയുകയാണ്. ഇരുട്ടിൽ തപ്പിത്തടയുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നടിച്ചു വീശുന്നതായ ആ പ്രഭയുടെ കാരണമായി, പ്രകാശത്തിന്റെ കിരണം കാരണമായി നിലത്ത് വീണ് കടന്നതായ ആ സൂചി എനിക്ക് കണ്ടെടുക്കാൻ സാധിച്ചു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോ നിലത്ത് വീണ് കിടന്ന സൂചി അറിയാലോ. നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഭാര്യ തപ്പിക്കൊണ്ടിരിക്കുമ്പോ ആകെ വെളിച്ചമുള്ള വാതിലിൽ കൂടെ നമ്മൾ കടന്നു വന്ന എന്തായിരിക്കും ഭാര്യ പറയുന്നത്? മനുഷ്യ ഒന്ന് മാറി നിൽക്കും, ഉള്ള വെളിച്ചം കൂടി ഇല്ലാതാക്കല്ലേ എന്ന് പറയുന്നത്. ആകെ ഇരുണ്ട റൂമാണ്, അതിനുള്ളിൽ ആ സൂര്യ തപ്പിതടയാണ്. ചെറിയ കാര്യമല്ലത്, വലിയ വിഷയമാണത്. വെളിച്ചം കിട്ടുന്ന ഒരു ഭാഗമാണല്ലോ വാതിൽ. അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ നബിയുടെ ശരീരത്തിൽ നിന്ന് അടിച്ചു വീശുന്നതായ പ്രകാശത്തിന്റെ കിരണം കാരണമായിട്ട് എനിക്ക് നിലത്ത് വീണതായ സൂര്യ കണ്ടെടുക്കാൻ സാധിച്ചു. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഒരു സാധാ മനുഷ്യനാണെങ്കിൽ പറ്റുമോ? മാലിക് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതായ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു വന്നതായ രക്തത്തിൻ്റെതാകുന്ന തുള്ളികൾ ഉഹദിന്റെ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് ഞാൻ കുടിച്ചു. അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, മാലിക് ഇബ്നു സിനാനെ, നീ അത് തുപ്പിക്കളയണേ സിനാനെ. ഞാൻ പറഞ്ഞു, ഒരിക്കലുമില്ല റസൂലേ, ഞാനത് കുടിച്ചു പോയി റസൂലേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, ആരെങ്കിലും സ്വർഗാവകാശിയായ ഒരു മനുഷ്യനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, സ്വർഗത്തിൽ കടക്കുമെന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യനെ കണ്ട് സന്തോഷിക്കണമെങ്കിൽ മാലിക് ഇബ്നു സിനാൻ, മാലിക് ഇബ്നു സിനാനിലേക്ക് നോക്കിക്കൊള്ളട്ടെ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. രക്തം നജസാണ്, കുടിക്കാൻ പാടില്ല. നമ്മളാരും കുടിച്ചേക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകുന്ന രക്തം അത് കുടിച്ചതോടുകൂടി അയാൾ സ്വർഗാവകാശിയായി. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം കുടിച്ച ഒരു മനുഷ്യൻ ഒരിക്കലും നരകത്തിൽ കടക്കൂല. ലാ തമസ്സുന്നാറു മൻ റആനി വമൻ റആനി. എന്നെ കൈപിടിച്ചുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെതാകുന്ന പ്രഭയിലേക്ക് വന്നവന് ഒരിക്കലും അവൻ നരകം കടക്കൂല, നരകം അവനെ സ്പർശിക്കൂല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സ്വഹാബത്ത് മുഴുവനും സ്വർഗത്തിലാണെന്ന് ഈ ഹദീസ് കൊണ്ടുവന്നു. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുചാരത്ത് വന്ന് ഒരൽപ്പനേരം പരിശുദ്ധമാക്കപ്പെട്ടതായ ഇസ്ലാമിന്റെ പ്രഭ തീർത്തുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടവർ മുസ്ലിമായി, പ്രവാചകരുടെ സൗരത്തിൽ നിലകൊണ്ടവർ തീർച്ചയായും നരകം സ്പർശിക്കില്ല. എന്നെ കണ്ടവരും തീർച്ചയായും നരകം തൊടൂല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നബിതങ്ങളുടെ സ്വഹാബത്തും നരകത്തിൽ കടക്കൂല. ആ സ്വഹാബത്തിന് ശേഷം വന്നതാകുന്ന അവരെ കണ്ടതായ താബിഈങ്ങളും നരകത്തിൽ കടക്കില്ല. ഹദീസാണ്, സ്വഹീഹായ ഹദീസ്. മനസ്സിലാക്കുക, സാര കാര്യമല്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകുന്ന ശരീരത്തിൽ ഊറ്റപ്പെട്ട രക്തം നിസ്സാരമല്ല, ഏറ്റവും തഹൂറാണ്, ശുദ്ധിയുള്ളതാണ്, പരിശുദ്ധമാണത്. അത് കുടിച്ചതാകുന്ന സ്വഹാബിക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളതാകുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് നബിതങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്ന 3 വസ്തുക്കൾ എണ്ണി പറഞ്ഞു. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസതു ഉമൂരിൻ അത്തീബു വന്നിസാഉ വഖുറത്തു ഐനി ഫിസ്സലാ. നിങ്ങളുടെ ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്ന് സുഗന്ധം, രണ്ടാമത്തത് എന്റെ ഭാര്യമാർ, മൂന്നാമത്തത് നിസ്കാരത്തിൽ കൺകുളിർമയാകലാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് സ്വഹാബത്തിനോട് കൂടെയുള്ളതാകുന്ന സ്വഹാബത്തിനോടൊക്കെ അവരോട് ചോദിച്ചു, മാ ഹുബ്ബിബ ഇലൈക്കും മിൻ ദുനിയാകും, നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കൾ ഏതൊക്കെയാണ്? അപ്പോൾ ഓരോരുത്തരും പറയാൻ തുടങ്ങി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അവരൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയാൻ. അൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകരി.
നന്മ കൊണ്ടുള്ള കൽപ്പനയാണ്, തിന്മ കൊണ്ടുള്ള വിരോധനമാണ്. വൽ ഖിയാമു ബി അംരില്ലാഹി, അല്ലാഹുവിന്റെ കൽപ്പനകളൊക്കെ നടപ്പിൽ വരുത്തലാണ് എനിക്ക് പ്രിയമെന്ന് മഹാനാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഓരോരുത്തരും അവരവർക്ക് പ്രിയമുള്ളത് ഓരോന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടാതെ നിൽക്കുക. നബി തങ്ങളെ ചോദിച്ചു, മാ ഹുബ്ബിബ ഇലൈക മിൻ ദുനിയാ, അല്ലയോ അബൂബക്കറെ, നിങ്ങളുടെ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന 3 വസ്തുക്കൾ ഏതൊക്കെയാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന 3 വസ്തുക്കളിൽ ഒന്നാമത്തത് അന്നളുറു ഇലാ വജ്ഹിക, തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖകമലം നോക്കിയിരിക്കലാണ് എന്ന് മഹാനാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തങ്ങളുടെ മുഖം വെറുതെ നോക്കിയിരിക്കലാണ് ഈ ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും എനിക്ക് ഏറ്റവും പ്രിയം. ആലോചിച്ചു നോക്ക്. നമ്മൾ ഈ റബീഉൽ അവ്വൽ നേടിയെടുക്കേണ്ടത് ആ പ്രവാചകരോടുള്ള മഹബ്ബത്താണ്, ഇഷ്ടമാണ്. അവിടുത്തെ തിരുസുന്നത്തുകൾ അനുധാവനം ചെയ്യലോടുകൂടി അവിടത്തോടുള്ള മഹബ്ബത്ത് എങ്ങനെയെങ്കിലും കൊണ്ടുവരണം. അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. മഹബ്ബത്ത് ഉണ്ടാകുന്നില്ല എന്നല്ല, അത് വർദ്ധിപ്പിച്ചാൽ രക്ഷപ്പെട്ടു. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അന്ത മഅമൻ ഹബബത, നീ ആരെ പ്രിയം വെച്ചോ അവരോടൊപ്പമായിരിക്കും നാളെ വസിക്കുക എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അമൂല്യ നിധിയുള്ള വാക്കായിരുന്നു അത്. കാരണം ഞങ്ങൾക്കൊന്നും ഒരുപാട് അമലില്ല. അവരുടെ വിനയം കൊണ്ട് പറയാൻ, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു വഅബൂബക്കർ വഉമർ, ഞാൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയും അല്ലാഹുവിനെയും റസൂലിനെയും ഒക്കെ പ്രിയം വെക്കുന്നു. ആ മഹത്തുക്കളോടുമുള്ളതാകുന്ന അമൽ, റസൂലുള്ളാഹിയുടെ അമൽ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അമൽ, ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അമലൊന്നും എന്റെ ജീവിതത്തിലില്ല എങ്കിലും